കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന നൂതന കണ്ടുപിടുത്തവുമായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഡ്രൈ ലീഫ് ഷ്രെഡിംഗ് മെഷീൻ കരിയില പൊടിക്കുന്ന യന്ത്രം കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ചലനമുണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നു. ഉണങ്ങിയ ഇലകൾ സാധാരണ അവസ്ഥയിൽ പൂർണ്ണമായും നശിക്കാൻ ഏകദേശം 1 വർഷമെടുക്കും. ഇലകൾ ചെറുതായി പൊടിക്കുമ്പോൾ അത് 1 മാസത്തിനുള്ളിൽ അഴുകും. ഇതിന്റെ അളവ് സാധാരണ ഇലയേക്കാൾ 15 മടങ്ങ് കുറവായിരിക്കും. അതുവഴി കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സംഭരിക്കാനും കഴിയും. കുറഞ്ഞ അറ്റകുറ്റപ്പണിയിലും കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. കൊടുക്കാൻ സാധിക്കും. അത് ഒരു പൗഡറായിട്ട് പുറത്തേക്ക് വരും. അത് നമുക്ക് വളവുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് ചെടികൾക്കും അതുപോലെ തന്നെ തെങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മെഷീൻ ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് നിർദ്ദേശം തന്നത് ഞങ്ങളുടെ മാനേജർ തന്നെയാണ്. അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും ടീച്ചിങ് ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫ് കൂടിയിട്ടാണ് ഇങ്ങനൊരു മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണങ്ങിയ ഇലകൾ പൊടിച്ച രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ചകിരിച്ചോറിന് പകരമായി ഉപയോഗിക്കാം. ഇവ മണ്ണിൽ കലർത്തുന്നത് മണ്ണിൽ വായുസഞ്ചാരം ത്വരിതപ്പെടുത്തുകയും ജലം വഹിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിത്ത് മുളയ്ക്കുന്നതിനുള്ള മാധ്യമമായി ഇത് നേരിട്ട് ഉപയോഗിക്കാം. ഇവ ചാണകപ്പൊടിയിൽ ചേർത്താൽ അത് മികച്ച ജൈവവളമായി മാറും. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഇത്തരത്തിൽ പൊടിച്ച ഇലകൾ കൂടുതൽ സഹായകരമാണ്. മെഷീനിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായും കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർവഹിച്ചത്. മെഷീൻ ലോഞ്ചിംഗ് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. മാനേജർ മോൺസിനോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ, ഡയറക്ടർ ഡോക്ടർ പോൾ പാറത്താഴം, സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി, പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാജൻ, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു, മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ഷൺമുഖേഷ് കെ എന്നിവർ സന്നിഹിതരായിരുന്നു.